നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. മഴ മുന്നറിയിപ്പ് ഇനിയും മാറിയിട്ടില്ല. ഒറ്റപ്പെട്ട ശക്തമായ മഴ സംസ്ഥാനത്ത് പെയ്യും. മലയോര മേഖലകളിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ഇന്നിപ്പോൾ രാവിലെ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, കൊച്ചിയിൽ ഒരു ലഹരി പാർട്ടി അക്രമാസക്തമായി ഒരു പെൺകുട്ടി മറ്റൊരാളെ പൊട്ടിച്ച കുപ്പി കൊണ്ട് കുത്തി എന്നടക്കമുള്ള വാർത്തകൾ രാവിലെ പുറത്തു വരുന്നുണ്ട്. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ പോകാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ നാളെ അറിയാം. തീരുമാനം നാളെ രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ. ഇൻചാർജ് നിയമനം ഉണ്ടാകില്ല, നിയമയുദ്ധത്തിന് കാരണമാകും എന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് രാവിലെ 10 മണിക്ക് തുറക്കും. പെരിയാർ തീരത്ത് ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്ക വേണ്ടെന്നും ജില്ലാ കളക്ടർ. കൊച്ചി എടശ്ശേരി ബാറിൽ DJ പാർട്ടിക്കിടെ സംഘർഷം. മോശമായി പെരുമാറിയെന്നാരോപിച്ച് യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് യുവതി ആക്രമിച്ചു. സംഘർഷം സിനിമാ താരങ്ങളടക്കം പങ്കെടുത്ത ലഹരി പാർട്ടിയിൽ. മൊബൈൽ കവറേജ് ലഭിക്കാതെ ഒരു ജനത. പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ വലയുന്നത് പത്തനംതിട്ട, കോന്നി, കൊക്കാത്തോട്, കല്ലേലി പ്രദേശവാസികൾ. ശബരിമല തീർത്ഥാടകർ സ്നാനത്തിനെത്തുന്ന പമ്പ നദിയിലെ മിത്രപ്പുഴ കടവ് മരണക്കയമാകുന്നു. കടവ് സംരക്ഷിക്കുന്നതിൽ അധികൃതർ അലംഭാവം കാട്ടുന്നുവെന്ന ആരോപണം ശക്തം. പാകിസ്ഥാനിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.5 രേഖപ്പെടുത്തി. മധ്യ പാകിസ്ഥാനിലെ മുൾട്ടാൻ പ്രഭവ കേന്ദ്രം. നാശനഷ്ടങ്ങൾ അറിവായിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി ആര് എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പാണ്. എന്തായാലും നാളെ അറിയാം. ഓൺലൈനായി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. നാളെയായിരിക്കും നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് സ്ഥാനമൊഴിയുന്നത്. അതേസമയം ഇൻചാർജ് DGP നിയമനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി എന്നാണ് സൂചന ലഭിക്കുന്നത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ DGP സംസ്ഥാന പോലീസ് മേധാവിയെ നാളെ അറിയാം. ആരെ എന്നത് സംബന്ധിച്ച് നമുക്കൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഒരു ഇൻചാർജ് DGP എന്ന തലത്തിലേക്കൊക്കെ ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ അതിൽ നിന്ന് മുന്നോട്ട് പോയി ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാം എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആർക്കാണ് ഇപ്പോൾ DGP സ്ഥാനത്തേക്ക് ഏറ്റവും മുൻതൂക്കം? സ്വപ്ന, നാളെ സംസ്ഥാനത്തെ പോലീസ് മേധാവി ആര് എന്നതിനെക്കുറിച്ചുള്ളൊരു ധാരണയെത്തും. നാളെ ഓൺലൈനായി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ സംസ്ഥാനത്തെ പോലീസ് മേധാവി ആരാണ് എന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കും. 3 പേരാണ് നിലവിൽ ചുരുക്കപ്പട്ടികയിലുള്ളത്. നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത, റവാഡ ചന്ദ്രശേഖർ എന്നിവരെയാണ് നിലവിൽ ഈ ചുരുക്കപ്പട്ടികയിലുള്ളത്. സീനിയോറിറ്റി അനുസരിച്ചാണ് UPSC ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത്. അതിലെ ആദ്യ 3 റാങ്കുകളിൽ ഉൾപ്പെടുന്നവരെയാണ് ഈ പോലീസ് മേധാവി ആര് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ആ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെ ഈ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്തിമ പട്ടികയിലേക്ക് സർക്കാർ ഈ 3 പേരിൽ നിന്നും ഒരാളെ പോലീസ് മേധാവിയായി തിരഞ്ഞെടുക്കുക എന്നൊരു നിലയിലേക്ക് എത്തിയത്. ഈ നിലവിലുള്ള പോലീസ് മേധാവി നാളെയാണ് പടിയിറങ്ങുക. അന്ന് തന്നെ പുതിയ പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുകയും ചുമതലയേൽക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. നേരത്തെ ഇത്തരത്തിൽ ഒരു ഇൻചാർജ്, ഈ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരാളെ പുറത്തുനിന്നുള്ള ഈ പട്ടികയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാളെ പോലീസ് മേധാവിയാക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു ഇൻചാർജ് DGP നിയമിക്കാനുള്ള ഒരു നിയമോപദേശമൊക്കെ തേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഇൻചാർജ് ഏകദേശം ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ ഇൻചാർജ് DGPമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെ പക്ഷേ അവർ ഒരു നിയമ യുദ്ധത്തിലേക്ക് കടന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അവിടെയുള്ള ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരു ഇൻചാർജ് DGPമാരെ തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ കേരളത്തിൽ
സംഭവത്തിലേക്ക് വരുമ്പോൾ ഈ മൂന്ന് പേരുടെ നിലയിൽ നിന്നും ഒരു നിയമയുദ്ധത്തിലേക്ക് വഴിമാറാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നിയമയുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സർക്കാരിന് ഒരു തിരിച്ചടിയാകുമെന്ന ഒരു നിലയിൽ നിന്നാണ് ഇപ്പോൾ ഇൻചാർജ് DGP നിയമനത്തിൽ നിന്നും സർക്കാർ പിന്മാറിയിരിക്കുന്നത്. ഈ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുന്ന ഈ 3 പേരിൽ നിന്ന് ഒരാളെ ആയിരിക്കും ഏതായാലും നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പോലീസ് മേധാവിയായി, അതായത് DGP ആയി തെരഞ്ഞെടുക്കുക എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ ഇൻചാർജ് DGP നിയമനത്തിൽ നിന്നും സർക്കാർ ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നു. നേരത്തെ ഇത്തരത്തിൽ ഇൻചാർജ് DGP ചുരുക്കപ്പട്ടികയിൽ പുറത്തു നിന്നുള്ള ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ നിയമോപദേശം അടക്കം തേടിയിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും സർക്കാർ ഇപ്പോൾ പിന്നോട്ട് മാറിയിരിക്കുന്നു എന്ന് വേണം അറിയാൻ സാധിക്കുന്നത്. ഈ മൂന്ന് പേരിൽ നിന്നും ഒരാളെ ആയിരിക്കും നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഏതായാലും ഇൻചാർജ് DGP ആയി തെരഞ്ഞെടുക്കുക. സ്വപ്ന, ഒരു ദിവസത്തിന് കാത്തിരിപ്പ് മാത്രമാണ് അവശേഷിക്കുന്നത്. സംസ്ഥാന DGPയെ നാളെ അറിയാൻ മാതിരിയാണ് വിവരങ്ങൾ നൽകിയത്. മഴ തുടരുക തന്നെയാണ്. 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളെല്ലാം ജാഗ്രത പാലിക്കണം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കും. MC ബോബൻ ചേരുകയാണ് വിവരങ്ങളുമായി. ബോബൻ, കഴിഞ്ഞ ദിവസം തുറക്കുമെന്ന ഒരു നിർദ്ദേശം, ഒരു മുന്നറിയിപ്പൊക്കെയാണ് വന്നിരുന്നത്. എങ്കിൽ കൂടിയും ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് മുല്ലപ്പെരിയാറിൻ്റെ ഷട്ടർ ഉയർത്തും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ഈ സമയത്ത് പുറത്തു വരുന്നത്. എത്രത്തോളം ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം അടക്കം നൽകിയിട്ടുണ്ട്? ആശങ്കയുടെ ഒരു സാഹചര്യമില്ലല്ലോ. സുബ്ന, ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മുല്ലപ്പെരിയാർ ജലനിരപ്പ് 136 അടിയിലെത്തിയത്. റൂൾ കർവ് പ്രകാരം ജൂൺ 30-ാം തീയതി വരെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സംഭരിക്കാവുന്ന വെള്ളത്തിന്റെ പരിധിയാണ് 136 അടി. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് 136 അടിയിലെത്തിയാൽ അണക്കെട്ട് തുറക്കും എന്ന നിർദ്ദേശം തമിഴ്നാട്, ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരുന്നു. എന്നാൽ രാത്രി സമയത്ത് അണക്കെട്ട് തുറന്ന് വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കരുത് എന്ന ഒരു കോടതി വിധിയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ നിർദ്ദേശവും തമിഴ്നാട് അംഗീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ 10 മണിക്ക് അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഇപ്പോൾ 136.15 അടിയായി ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 3720 ഘനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. തമിഴ്നാട് 2116 ഘനയടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന് സെക്കൻഡിൽ 1000 ഘനയടി വീതം വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതേ തുടർന്ന് പെരിയാർ തീരത്ത് ഇടുക്കി ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ആവശ്യമെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ പെരിയാറ്റിൽ ഇപ്പോൾ കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. എങ്കിൽ പോലും മഴ കൂടുതൽ ശക്തമാവുകയും പെരിയാറ്റിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി 20 ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പരമാവധി 1000 ഘനയടി വെള്ളം തുറന്നുവിടാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കും എന്ന വാർത്ത വരുന്നു. പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. നിലവിൽ ആശങ്കയുടെ ഒരു സാഹചര്യമില്ല എന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ ഖത്തർകടവിലെ ബാറിൽ യുവതി മദ്യക്കുപ്പി പൊട്ടിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. ഹോട്ടലിൽ DJ പാർട്ടിക്കിടെയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് സംഭവം. ഇന്നലെ രാത്രി 10:30-യോടെയാണ് സംഘർഷമുണ്ടായത്. ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, എന്തായിരുന്നു സംഭവിച്ചത്? കൊച്ചിയിലെ ഖത്തർകടവിലെ ബാറിൽ യുവതി മദ്യക്കുപ്പി പൊട്ടിച്ചു കുത്തി പരിക്കേൽപ്പിച്ചു. ഹോട്ടലിൽ DJ പാർട്ടിക്കിടെയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി 10:30-യോടെയാണ് സംഘർഷമുണ്ടായത്. ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഈ സിനിമാ താരങ്ങളടക്കം അവരുടെ മക്കളടക്കം ഈ ഒരു DJ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് ലഹരി പാർട്ടി ആണോ എന്ന സംശയമടക്കം വരുന്നുണ്ട്. എന്തായിരുന്നു ഇന്നലെ രാത്രി സംഭവിച്ചത്? ശ്രീജിത്തിലേക്ക് മടങ്ങിയെത്താം. എന്തോ ടെലിഫോൺ ലൈനിൽ തടസ്സം നേരിടുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. തിരുവനന്തപുരത്തെ തീരദേശമായ വെട്ടുകാട് നിർമ്മാണത്തിലിരുന്ന പാർക്ക് തകർന്നു. രൂക്ഷമായ കടൽക്ഷോഭത്തിലാണ് പാർക്ക് തകർന്നത്. 90% പണികൾ പൂർത്തിയായി. ഉദ്ഘാടനത്തിന് ഒരുങ്ങവെയാണ് സംഭവം.
വെട്ടുകാട് പള്ളിക്കടുത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന പാർക്കാണ് തകർന്നത്. മെയ് മാസത്തോടുകൂടി കോർപ്പറേഷനാണ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിർമ്മാണം തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കടൽക്ഷോഭം രൂക്ഷമാകുകയായിരുന്നു. പാർക്ക് നിർമ്മിക്കാനായി ചെലവഴിച്ച 45 ലക്ഷത്തോളം രൂപയാണ് കടലിലായിരിക്കുന്നത്. കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതം സൂചിപ്പിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. കെട്ടേണ്ടത് ഇങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ് റോങ്ങാണ്. ഇത്രയും വീതി കൂടിയ 23-24 അടി വരുമ്പോൾ 2 സ്ഥലത്താണ് ഇതിടേണ്ടത്. അവർ ആ 2 സ്ഥലം, ഒന്ന് ഇവിടെ ഒന്ന് അവിടെ. ഇപ്പോൾ ഇത്രയും ലെന്തിൽ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ തനി അത് ഇത്രയും കപ്പാസിറ്റി അതിനില്ല, ഇത്രയും വെയിറ്റ് കൂടിയ സാധനം നിൽക്കില്ല. അങ്ങനെ അത് ഞങ്ങൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും ഈ പണി തീർന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് പോകും. അത് കഴിഞ്ഞ് വെള്ളം അടിച്ച് കയറി അടിയിൽ വേണ്ട മണ്ണിങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കും. ഇത് കൊണ്ട് ചാഞ്ഞ് നിന്ന് കോൺക്രീറ്റ് ഫുള്ളായിട്ടാണ് പറഞ്ഞു. അന്നേ പണി ചെയ്തപ്പോഴേ പണി ശരിയില്ല. കാര്യം നമ്മളെല്ലാം പറഞ്ഞ് റിങ് വെച്ച് ശരിയായ ഇത് പിടിച്ച് നിൽക്കില്ല. 5 റിങ്ങും 4 റിങ്ങും 3 റിങ്ങും വെച്ച് നീളത്തിന് വെച്ച് ഇത് കൂടത്തെ തിര അനുസരിച്ച് 3 തിര ഇടുമ്പോൾ പോകും. പക്ഷേ അവരത് അംഗീകരിക്കാതെ ചെയ്ത് 2 മാസത്തിന് മുമ്പേ പണി പൂർത്തി സമയത്ത് തുടങ്ങി. വിനോദസഞ്ചാരികൾക്കും സന്ദർശകർക്കും ഉപകാരമാകും വിധമാണ് പാർക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ കടൽക്ഷോഭത്തിൽ പാർക്കിന്റെ ചുമരുകൾ 2ആയി പിളരുകയും ഉണ്ടായിരുന്ന 2 ഉയരവിളക്കുകൾ തകരുകയും ചെയ്തു. അടിത്തറയും പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണ്. ഉണ്ടായിരുന്ന ഉയരവിളക്കിൽ ഒന്നിന്റെ ശേഷിപ്പ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം എടുത്തുമാറ്റിയിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമായാൽ ഏത് നിമിഷവും കടലെടുക്കാമെന്ന ഈ പ്രദേശവാസികളുടെ വാക്ക് മാനിക്കാതെയാണ് പാർക്കിന്റെ പണി ആരംഭിച്ചത്. ഇപ്പോഴിതാ 40 ലക്ഷത്തിൽ കൂടുതൽ വെള്ളത്തിലായിരിക്കുന്നു. എനിക്ക് പുറകിൽ കാണുന്ന ഈ പോസ്റ്റും ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് ഈ പോസ്റ്റ് ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുയർത്തുന്ന ആവശ്യം. ക്യാമറാമാൻ ബിജു മുരളീധരനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. നേരത്തെ കൊച്ചിയിലെ കത്രക്കടവിലെ ബാറിൽ യുവാവിനെ യുവതി മദ്യക്കുപ്പി ബിയർ കുപ്പി പൊട്ടിച്ച് പരിക്കേൽപ്പിച്ച ആ വാർത്തയിലേക്കാണ് ശ്രീജിത്തിനെ ഇപ്പോൾ ടെലിഫോണിൽ കിട്ടിയിട്ടുണ്ട്. ശ്രീജിത്ത്, ഈ DJ പാർട്ടിക്കിടെ ഉണ്ടായ വാക്കുതർക്കം ഈ യുവതിയോട് യുവാവ് അപമര്യാദയായി പെരുമാറി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെയാണോ കാര്യങ്ങൾ? എന്തായിരുന്നു ഇന്നലെ രാത്രി സംഭവിച്ചത്? സ്വപ്ന, ഇടശ്ശേരി, അതായത് ഇടശ്ശേരി മാൻഷൻ ബാർ, കത്രിക്കടവ് സമീപമുള്ള ബാറാണ്. നേരത്തെ ഈ ബാറിൽ വിഷയങ്ങളുണ്ടായത് മൂലം കുപ്രസിദ്ധി നേടിയ ഒരു സ്ഥലമാണിത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇവിടെ ഒരു DJ പാർട്ടി, അതിൽ ചലച്ചിത്ര താരങ്ങളും ഒപ്പം പിന്നണി ഗായകരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു DJ പാർട്ടി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട യുവതി തന്നെയാണോ ഇതിൽ പങ്കാളിയായതെന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും ഉദയംപേരൂർ സ്വദേശി 29 വയസ്സുള്ള യുവതിയാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് വാക്ക് തർക്കത്തെ തുടർന്ന് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇത് ബൗൺസർമാരുമായിട്ടുള്ള തർക്കമാണ് ഇതിന് കാരണമായതെന്ന് പറയുന്നുണ്ട്. ബൗൺസർമാരുമായി ഇവിടെ പുറത്തുണ്ടായ തർക്കം അകത്തേക്ക് പിന്നീട് വഴിമാറുകയായിരുന്നു. ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ബൗൺസർമാർ ഉൾപ്പെടെ ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നു. അത് വലിയൊരു സംഘർഷ സാധ്യതയിലോട്ടാണ് പിന്നീട് രാത്രി കാര്യങ്ങൾ പോയത്. പിന്നീട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നെ ക്യാമ്പിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ, പോലീസുകാരെത്തിയാണ് ഈ സംഘർഷം ദൂരീകരിച്ചത്. അല്ലെങ്കിൽ സംഘർഷ സാധ്യത എന്ന് പറഞ്ഞാൽ നിരവധി പ്രമുഖ ആളുകൾ ഈ DJ പാർട്ടിയിൽ പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ഉള്ളത്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. 29 വയസ്സുള്ള ഉദയംപേരൂർ സ്വദേശിയായ യുവതിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. സമാനമായ രീതിയിൽ 2024 ഇത്തരം ഒരു സംഭവം ഈ ബാറിലുണ്ടായിരുന്നു. അന്ന് തൊട്ടടുത്ത ബാറിൽ നിന്ന് മദ്യപിച്ച ശേഷം ഇവിടെ വന്ന് മദ്യം ആവശ്യപ്പെട്ടവർ ഇവിടെ വന്ന് വെടി ഉതിർക്കുകയാണ് ചെയ്തത്. അതിനുശേഷം കർശനമായ ചില നിരീക്ഷണങ്ങൾ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ വീണ്ടും ഈ സംഭവം സമാനമായ രീതിയിൽ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ സംഘർഷ സാധ്യത പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. രാത്രിയോടുകൂടി തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പോലീസ് പരിഹരിച്ച് യുവതിയെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വപ്ന, കൊച്ചിയിലെ ബാറിൽ DJ പാർട്ടിക്കിടെ സംഘർഷം, ഒരു യുവാവിനെ യുവതി ബിയർ കുപ്പി പൊട്ടിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നു. ഇന്നലെ രാത്രി 10:30 സംഘർഷമുണ്ടായത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തിനും ഏതിനും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഈ ഒരു കാലത്ത് മൊബൈൽ ഫോണിൻ്റെ കവറേജ് ലഭിക്കാതെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അത്തരത്തിൽ ബുദ്ധിമുട്ടിലാണ് പത്തനംതിട്ട ജില്ലയുടെ ഉൾപ്രദേശത്തുള്ള കുറേ ആളുകൾ. കോന്നിയിലെ കൊക്കാത്തോട്, കല്ലേലി തുടങ്ങിയ മേഖലയിലുള്ളവരാണ് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ വലയുന്നത്. വനമേഖലയോട് ചേർന്ന മലയോര ഗ്രാമമായ കൊക്കാത്തോട്ടിലെ ജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗമാണ് മൊബൈൽ ഫോണുകൾ. എന്നാൽ കുറച്ചു നാളുകളായി മതിയായ കവറേജ് ലഭിക്കാത്തതിനാൽ ഫോണുകൾ പലതും നിശ്ചലമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുള്ള പ്രദേശത്ത് സുഗമമായി ആശയവിനിമയം നടത്താനുള്ള മാർഗമാണ് അധികൃതരുടെ അനാസ്ഥയിൽ തകരാറിലായത്. BSNL ഉപയോക്താക്കളാണ് പ്രദേശത്ത് ഏറെയുമുള്ളത്.
മഴക്കാലമായതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ. കൊക്കാത്തോട് നിശ്ചലമായിരുന്നു, പണ്ടത്തെ സ്വഭാവമായിരുന്നു. പണ്ടെന്ന് പറയുന്നത് കൊക്കാത്തോടുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു, ഒറ്റപ്പെട്ട് കിടക്കുന്ന കണക്കായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ BSNL പിന്നെ ഫോൺ ഉള്ളത്, സിമ്മ് BSNL. അങ്ങനെ ഭയങ്കര പരാജയമായിട്ടിരിക്കുമായിരുന്നു. ഇനി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാവരും BSNL അങ്ങ് മാറാൻ തുടങ്ങുമെന്നാണ് എനിക്കൊരു സംശയം. പണ്ടിങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയി ഫോണിൽ ചെന്ന് വല്ലതും വിവരം പറയണം, അല്ലാണ്ട് ഒരു ബന്ധവുമില്ല. ഇന്ന് ഫോൺ വന്നണക്കെ പിന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക ഇതില്ലെങ്കിൽ. മൊബൈൽ കവറേജ് ലഭിക്കാത്തതോടെ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് അടിയന്തര ഘട്ടങ്ങളിൽ അധികൃതരെ ബന്ധപ്പെടാനോ ആശുപത്രി ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിനോ മാർഗമില്ലാതായിരിക്കുകയാണ്. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശബരിമല തീർത്ഥാടകർക്ക് ഏറെ പരിചിതമാണ് ഈ മിത്രപ്പുഴ കടവ്, പമ്പാ നദിയിലെ മിത്രപ്പുഴ കടവ്. പക്ഷേ ഇപ്പോൾ ഈ കടവ് മരണക്കയമായി മാറുകയാണ്. ശബരിമല തീർത്ഥാടകർ സ്നാനത്തിനെത്തുന്ന ചെങ്ങന്നൂർ പമ്പാ നദിയിലെ മിത്രപ്പുഴ കടവ് ഒരു മരണക്കയമായി മാറുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരാണ് നിലയില്ലാ കയത്തിൽ പലപ്പോഴും അറിയാതെ മുങ്ങിത്താഴുന്നത്. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം ഒഴിച്ചാൽ കടവ് സംരക്ഷിക്കുന്ന കാര്യത്തിൽ അധികൃതർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉണ്ടാകുന്നത്. മരണക്കയമായി മാറുകയാണ് ചെങ്ങന്നൂരിലെ മിത്രപ്പുഴക്കടവ്. അന്യസംസ്ഥാനത്ത് നിന്ന് ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. കൂടാതെ നദിയിലെ ജലനിരപ്പിനെ കുറിച്ച് അറിയാത്തവരും ആഴക്കയത്തിൽ മുങ്ങിത്താണിട്ടുണ്ട്. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതാണ് ഈ അപകടത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അപകടങ്ങൾ തുടർക്കഥയായപ്പോഴാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്റ്റീൽ കമ്പി വേലികൾ സ്ഥാപിച്ചത്. എന്നാൽ ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയരുകയും വേലികൾ കവിഞ്ഞ് ജലമൊഴുകുന്നതും പതിവ് കാഴ്ചയാണ്. തീർത്ഥാടന കാലമായാൽ ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർ ഇവിടങ്ങളിൽ ഇറങ്ങി സ്നാനം ചെയ്യാറുണ്ട്. തീർത്ഥാടന കാലമാകുമ്പോൾ മാത്രമാണ് ഇവിടെ സുരക്ഷയ്ക്കായി ഗാർഡുമാരെയും മറ്റും നിയമിക്കാറുള്ളത്. എന്നാൽ എല്ലാ മലയാള മാസം 1-ാം തീയതി ശബരിമല നട തുറക്കുമ്പോൾ ശബരിമലയുടെ ഇടത്താവളമായ ഇവിടങ്ങളിൽ തീർത്ഥാടകർ എത്തുകയും അവർക്ക് വേണ്ട യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം. അപകടം ഉണ്ടാകാൻ കാര്യം പിന്നെ ഒരു സേഫ്റ്റി ഇല്ല. ഇങ്ങനെയൊക്കെ വെള്ളം പൊങ്ങിക്കഴിയുന്ന സമയത്തൊക്കെ വെള്ളം വളരെ കൂടുതലായിരുന്നു ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത്. അപ്പോൾ താഴെ എക്കൽ വന്നടി നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളെ വലിച്ചോണ്ടങ്ങ് പോകും. നല്ല ഒഴുക്കുള്ള സമയമായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ തീർത്ഥാടകൻ കാൽവഴുതി വീണ് മരണപ്പെട്ടത്. അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നദിയിലെ ജലനിരപ്പ് അറിയാതെ വെള്ളത്തിലിറങ്ങുന്ന തീർത്ഥാടകരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. ശബരിമല നട തുറന്നിരിക്കുന്ന എല്ലാ മലയാള മാസങ്ങളിലും ഇവിടെ സുരക്ഷയ്ക്കായി ഗാർഡുമാരെ നിയമിക്കുകയോ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥിരമായി സ്ഥാപിക്കുകയോ ചെയ്താൽ ഒരു പരിധിവരെ ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം കാണാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. പാകിസ്ഥാനിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തി. മുൾട്ടാൻ നഗരത്തിന് 149 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുലർച്ചെ 3:54 ഈ ഭൂകമ്പം സംഭവിച്ചത്. 10 കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭവ കേന്ദ്രമെന്നും അതിനാൽ പ്രകമ്പനം കുറവായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ലോകത്തെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ. 1.5 വർഷം മുൻപ് കാണാതായ ഹേമചന്ദ്രൻ്റെ മൃതദേഹം കോഴിക്കോട്ട് എത്തിച്ചു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കും. ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലും കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വയനാട് സ്വദേശി ഹേമചന്ദ്രൻ്റെ മൃതദേഹം ചേരമ്പാടിയിലെ വനത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടിയതാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതകത്തിന്റെ കാരണം സാമ്പത്തിക ഇടപാടെന്നാണ് സൂചന. നിലവിൽ 2 പേർ കസ്റ്റഡിയിലുണ്ട്. കോട്ടയം പാറോച്ചാൽ ബൈപ്പാസ് റോഡിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. തിരുവാതുക്കലിനും വേളൂരിനും ഇടയിലായിട്ടാണ് റോഡ് ഏറ്റവും കൂടുതൽ തകർന്നിരിക്കുന്നത്. വാഹനങ്ങൾ കുഴികളിൽ വീണും കുഴികൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വരുന്ന വാഹനങ്ങളിലിടിച്ചും അപകടങ്ങൾ ഇവിടെ പതിവാണ്. 7 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ പാറോച്ചാൽ ബൈപ്പാസിൽ തിരുവാതുക്കലിനും വേളൂരിനുമിടയിൽ 100 കണക്കിന് ചെറുതും വലുതുമായ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കോട്ടയം നഗരത്തിൽ കയറാതെ കുമരകം, ചേർത്തല, വൈക്കം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പമാർഗമാണിത്. ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസവും ഇതുവഴി കടന്നു പോകുന്നതാണ്. എന്നാൽ റോഡ് തകർന്നതോടെ അപകടങ്ങളും തുടർക്കഥയാണ്. കുറഞ്ഞത് ഒരു 1000-1500 വണ്ടിയെങ്കിലും ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പകല് തിരക്കാം. പിന്നെ ഇപ്പോൾ ഈ ഇരുത്ത് കുറയണമെങ്കിൽ ഈ കെട്ടിന് പുറത്ത് സ്ലാബ് ഇറക്കണം. കരിക്കടി കെട്ടിന് ബലമായിട്ട് സ്ലാബ് ഇറക്കിയാൽ മാത്രമേ
ഇവിടെ മണ്ണടിച്ച് പോക്കാൻ പറ്റും. റോഡിൽ രണ്ടിടങ്ങളിലായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അപകടങ്ങൾ പതിവായതോടെ കുഴികളിൽ നാട്ടുകാരും ചില മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കി. 15 പണിത വഴിയായത്. ആ വഴി അന്ന് മുതലേ ഇതിങ്ങനെ താന്ന് വെള്ളം കയറി അങ്ങ് കയറി പോവുക. പക്ഷേ ഞങ്ങളുടെ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള വഴിയില്ല ഇതിൽ. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാം ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നു. രാത്രിയിൽ മഴയുള്ള സമയങ്ങളിൽ ഇതുവഴി വരുന്നവർ വെള്ളം നിറഞ്ഞ കുഴികളിൽ വീണും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. റോഡ് മണ്ണിട്ട് ഉയർത്തി ടാർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. അമൃത ന്യൂസ്, കോട്ടയം. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ തങ്ങളുടെ കലാലയത്തിലെ ചുറ്റുമതിൽ നിർമ്മാണത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച മെഡിക്കൽ വിദ്യാർത്ഥിനികൾ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 7 വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയതോടെയാണ് മെഡിക്കൽ വിദ്യാർത്ഥിനികളുടെ പോരാട്ടം വിജയം കണ്ടത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിന്റെ ചുറ്റുമതിൽ പൊളിച്ചിട്ട് 3 വർഷത്തിലേറെയായി. എന്നാൽ മതിൽ പൊളിച്ചു മാറ്റിയതിന്റെ 34 ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി ലഭിച്ചത്. പിന്നീട് 1.7 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പ് ആരോഗ്യവകുപ്പിന് കൈമാറി. 1 വർഷം പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമായില്ല. 8ലധികം ഹോസ്റ്റലുകളിലായി 1000ലധികം മെഡിക്കൽ വിദ്യാർത്ഥികൾ, 100 കണക്കിന് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ്, പത്തോളജി, അനാട്ടമി ഉൾപ്പെടെയുള്ള ലാബുകൾ, കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയുള്ള ക്യാമ്പസിൽ ആർക്കും എപ്പോഴും ഒരു പരിശോധനയും കൂടാതെ കടന്നുവരാമെന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ലേഡീസ് ഹോസ്റ്റൽ 1ലും സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അടക്കമുള്ള ഒരു സ്ഥലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ രാത്രി കാലങ്ങളിൽ സാമൂഹിക ശല്യം വളരെ കൂടുതലാണ്. അതുകൂടാതെ നായശല്യം അതിരൂക്ഷമാണ്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ പറയാൻ മുഴുവൻ ജനപ്രതിനിധികളെയും കാണുകയും MLA, MP, സംസ്ഥാനത്തെ മന്ത്രിമാരും അടക്കമുള്ള ഉന്നത മറ്റു ഉദ്യോഗസ്ഥരെയും കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ PTയുടെ നേതൃത്വത്തിൽ ഒരു ഹർജി കൊടുക്കാൻ തീരുമാനമായത്. വനിതാ ഹോസ്റ്റലുകളിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണ്. തെരുവുനായ്ക്കളുടെ ശല്യം മൂലം പകൽ പോലും ക്യാമ്പസിൽ കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് PTA പ്രതിനിധികൾ, മന്ത്രിമാർ, MP, MLAമാർ, കളക്ടർ തുടങ്ങിയവർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ ഫലം കാണാതെ വന്നതോടെ PTAയുടെ സഹായത്തോടെ കോളേജിലെ സാവ്യ രാജു, ഫാത്തിമ സുൽത്താന, നിദ നസ്രിൻ, സ്നേഹ രവീന്ദ്രൻ, പാർവതി S, റിയ L റോബിൻസൺ, റിഫാന റഷീദ് എന്നീ 7 വിദ്യാർത്ഥിനികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. സാമൂഹിക വിരുദ്ധരുടെ ശല്യമായാലും തെരുവുനായ ശല്യമായാലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ പല രീതിയിലും ഇതിനു വേണ്ടി മുന്നോട്ട് പോയെങ്കിലും അവസാനത്തെ ഇതിലായിട്ടാണ് ഇപ്പോൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ യൂണിയനായിട്ടാണെങ്കിലും PTയായിട്ടാണെങ്കിലും മുന്നോട്ട് വന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ ഫൈനൽ ഇയർ ഉള്ള 7 സ്റ്റുഡൻസ് ലീഗലി മുന്നോട്ട് പോകുന്ന പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി വരികയായിരുന്നു. അങ്ങനെ കേസ് ഫയൽ ചെയ്തു. ഇപ്പം എന്തായാലും അനുകൂലമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുണ്ട്. വിധി വന്നതിൽ ഒരുപാട് സന്തോഷം. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് നഗരേഷിന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടിയന്തരമായി സംസ്ഥാന സർക്കാർ 3 മാസത്തിനുള്ളിൽ ചുറ്റുമതിൽ നിർമ്മിക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു. അഡ്വക്കേറ്റ് രഘുരാജ മേനോനാണ് ഹൈക്കോടതിയിൽ വിദ്യാർത്ഥികൾക്കായി ഹാജരായത്. തങ്ങളുടെ കലാലയത്തിനായി നിയമപോരാട്ടം നടത്തി അനുകൂല വിധി സമ്പാദിച്ചതിന്റെ സന്തോഷത്തിലാണ് നാളെയുടെ ഡോക്ടർമാർ. അമൃത ന്യൂസ്, ആലപ്പുഴ. വയനാട്ടിൽ ജലസേചന വകുപ്പിന് കീഴിലുള്ള നെല്ലാറച്ചാൽ വ്യൂ പോയിന്റിൽ വീഡിയോ ചിത്രീകരണത്തിന്റെ ജീപ്പ് കാരാപ്പുഴ അണക്കെട്ടിലേക്ക് മറിഞ്ഞ സംഭവത്തിൽ 5 പേർക്കെതിരെ അമ്പലവയൽ പോലീസ് കേസെടുത്തു. അപകടത്തിൽപ്പെട്ട ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസമാണ് നിരവധി സഞ്ചാരികളെത്തുന്ന നെല്ലറച്ചാൽ വ്യൂ പോയിന്റിൽ നാദാപുരം സ്വദേശികളായ 5-അംഗ സംഘം റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ ഥാർ ജീപ്പ് ഡാമിലേക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. ഈ സംഭവത്തിലാണ് അനധികൃതമായി ജീപ്പ് കയറ്റി അപകടകരമായി ഓടിച്ചതിനും ജലസ്രോതസ് മലിനമാക്കി സർക്കാർ മുതൽ നശിപ്പിച്ചതും ചേർത്തുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട 5 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കാനും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും മോട്ടോർ വാഹന വകുപ്പിനോട് ശുപാർശ ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു. ജീപ്പ് അനധികൃതമായി രൂപമാറ്റം വരുത്തിയിട്ടുണ്ട്. വാഹനത്തിൽ ഡ്രൈവറിരുന്ന് മറ്റുള്ളവർ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. ഇതിനിടെ കുന്നിൻ മുകളിൽ നിന്നും 50 മീറ്ററോളം ദൂരം നിരങ്ങിയാണ് ജീപ്പ് അണക്കെട്ടിലേക്ക് പതിച്ചത്. ഡ്രൈവർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ശബ്ദം കേട്ടാണ് പ്രദേശവാസികൾ സംഭവം അറിഞ്ഞത്. പിന്നീട് ട്രാക്ടർ എത്തിച്ച് വടം കെട്ടി വലിച്ചാണ് ജീപ്പ് കരക്കെത്തിച്ചത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ട്രാക്ടറുമായി അഭ്യാസ പ്രകടനം നടത്തിയ വാഴവറ്റ സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്ത് 5000 രൂപ പിഴ ചുമത്തിയിരുന്നു. അമൃത ന്യൂസ്, വയനാട്. കൊട്ടിയൂരിൽ ഉത്സവം തുടരുകയാണ്. ഒരുപാട് ഐതിഹ്യങ്ങളുമായി കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ. ക്ഷേത്രങ്ങൾ ദക്ഷയാഗം നടന്നുവെന്ന് പുരാണത്തിൽ പറയുന്ന സ്ഥലമാണ് കൊട്ടിയൂരെന്നാണ് ഒരു വിശ്വാസം. വൈശാഖോത്സവ നാളിൽ ദക്ഷൻ്റെ യാഗശാലയ്ക്ക് സമാനമായ ഓലപ്പുരകളാണ് അക്കരെ കൊട്ടിയൂരിൽ നിർമ്മിക്കുന്നത്.
ഒരു വൈശാഖ നാളിലായിരുന്നു ദക്ഷന്റെ യാഗം. പിതാവ് നടത്തുന്ന യാഗത്തിന് തന്നെയും ഭർത്താവ് പരമശിവനെയും ക്ഷണിക്കാത്ത കാരണമറിയാൻ സതീദേവി കൊട്ടിയൂരിലെത്തിയെന്നാണ് വിശ്വാസം. പിതാവ് അവഹേളിച്ചതിൽ മനംനൊന്ത് സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കിയെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. കോപാകുലനായ ശിവൻ യാഗശാലയെത്തി ദക്ഷനെ വധിച്ചുവെന്നാണ് ഐതിഹ്യം. ആ യാഗം മുടങ്ങിയ അവസ്ഥ കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ മുഴുവനും ശൈവകോപം ആളിക്കത്തി എന്നാണ് നമ്മുടെ അറിവ്. ആ അവസ്ഥയിൽ നിന്ന് ശ്രീമഹാദേവനെ സ്വാന്തനാക്കാനാണ് ഇവിടെയും ഈ യാഗത്തിൻ്റെ രൂപത്തിൽ 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വൈശാഖോത്സവം. മഹർഷിമാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി. കൊട്ടിയൂരിലെ ഐതിഹ്യ കഥകളിൽ പ്രധാനി ദക്ഷനാണെങ്കിലും പരമശിവൻ തന്നെയാണ് പ്രതിഷ്ഠ. ഉത്സവനാളിൽ ഇക്കരെ കൊട്ടിയൂരിൽ ഭക്തർക്ക് ദർശനം ഉണ്ടാകാറില്ല. ഉത്സവം കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷം അക്കരെ കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനവും ഉണ്ടാകാറില്ല. അമൃത ന്യൂസ്, കൊട്ടിയൂർ. ഇനി അമൃത ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ്. സംസ്ഥാനത്ത് ശക്തമായ കടലേറ്റമാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം പള്ളിത്തുറ കടൽ തീരത്തും കടലേറ്റം രൂക്ഷമാണ്. പെട്ടെന്നുണ്ടാകുന്ന കടൽക്കയറ്റം 35ഓളം കുടുംബങ്ങൾക്ക് ആശങ്കയാകുന്നുണ്ട്. വാർത്തയിലേക്ക്. എനിക്കൊരു മാസമായ കൈക്കുഞ്ഞുണ്ട്. നമ്മുടെ കണ്ണുനീരൊപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. കടപുഴകി വീണ തെങ്ങുകളും കടലെടുത്ത വീടുകളുമാണ് പള്ളിത്തുറയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പെട്ടെന്നുണ്ടായ കടലേറ്റത്തിൽ തിരുവനന്തപുരം പള്ളിത്തുറ VSSC നോർത്ത് ഗേറ്റിന് സമീപത്തെ തീരദേശവാസികൾ ആശങ്കയിലാണ്. എപ്പോഴാണ് തീരം താണ്ടി എത്തുന്ന കടൽ വീടുകൾ തകർക്കുക എന്നറിയില്ല. ഓരോ തവണയും കടൽ അശാന്തമാകുമ്പോൾ 1-2 ആഴ്ചയോ മാസമോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇവരെ മാറ്റാറാണ് പതിവ്. കടലൊന്ന് ശാന്തമായാൽ തിരികെ തീരത്തെത്തും. നാളെ കടൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വർഷം ഈ കടൽ ഇങ്ങനെ വരുമ്പോൾ വീട് ചരിഞ്ഞുകൊണ്ട് വരികയാണ് ഇതിന്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ താമസിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു സഹായം ചെയ്യണം. പള്ളിത്തുറയിൽ സ്ഥലമുണ്ട്, ഒരു 3 സെൻറ്റ് സ്ഥലം തന്നാൽ മതി. എനിക്കൊരു മാസമായ കൈക്കുഞ്ഞുണ്ട്. ആ കൈക്കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഈ രാത്രിയിൽ ഓടി. ഇനി എവിടെ ഓടണമെന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞു തരണം എനിക്ക്. കാരണം എനിക്ക് വേറൊരു വരുമാനവും ഇല്ല, ജോലിയില്ല. അവർ പറയുമ്പോൾ ഞങ്ങൾ മാറാൻ പറയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് 10 ദിവസത്തേക്ക് മാറും. തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വരും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഓടാനൊന്നും വയ്യ. ശാശ്വത പരിഹാരം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് പള്ളിത്തുറ കൗൺസിലർ മേടയിൽ വിക്രമൻ പറഞ്ഞു. സ്ഥിരമായ സംവിധാനം വേണമെന്നുള്ളത് തന്നെയാണ് കൗൺസിലർ എന്നുള്ളതല്ല എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ പ്രാവശ്യം ഇത് കണക്കൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്നവരെ പാർപ്പിച്ചു. അന്നേരം മത്സ്യഫെഡിൻ്റെ കുറച്ച് വസ്തു ഇവിടെ കിടപ്പുണ്ട്. അത് തന്നാൽ ഞാനും MLAയും കത്ത് കൊടുത്തതാണ്. ആ വസ്തു ഒരു 50% തന്നാൽ ഇവർക്കൊരു 19 ഫ്ലാറ്റ് വീടുകൾ നിർമ്മിച്ച് കൊടുത്തവരെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. അതിനുള്ള ശ്രമമൊക്കെ പല ഘട്ടങ്ങളിലായി ഇങ്ങനെ നടത്തുകയാണ്. 35ഓളം കുടുംബങ്ങളുണ്ട് ഇവിടെ. അതിൽ കടലേറ്റം രൂക്ഷമായി ബാധിച്ചത് 5 കുടുംബങ്ങളെയാണ്. അവർക്കെങ്കിലും സ്ഥിരമായൊരു വാസസ്ഥലം ഒരുക്കേണ്ടതുണ്ട്. ഇത്തരം ദുരിതങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ആവർത്തിക്കുമ്പോഴും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സർക്കാരിനാകുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വർഷങ്ങളായി തുടരുന്ന ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകാതെ എന്തായാലും ഇനി തീരം വിടില്ല എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികളുടെ എല്ലാം നിലപാട്. ദേവിയുടേതാണ് ടോയ്ലറ്റും ബാത്റൂമും എല്ലാം പോയത്. തെങ്ങ് പോയി. വീട്ടിൻ്റെ ഓരോത്തെത്തിച്ചാൽ ഒരു നിവർത്തിയില്ല. എനിക്ക് മണ്ണടക്കാൻ പോലും ഒരു നിവർത്തിയില്ല. ആരുമില്ല ഒന്നും തരാൻ വേണ്ടാത്ത വളരെ ഘട്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എല്ലാവരും മണ്ണടുക്കി. എൻ്റെ ഇതിൽ മാത്രം ഞാൻ മണ്ണടുക്കിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ജന്നി പിടിച്ച മോനുണ്ട്. 10-15 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ മണ്ണെടുക്കാൻ പറ്റുമോ? മണ്ണടുക്കിയില്ലെന്നുണ്ടെങ്കിൽ വീടും പോകും. ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഒന്നിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെക്കാർ ഒന്നും ചെയ്യുന്നില്ല. കടയിൽ പോയി അധ്വാനിക്കുന്ന ആളാണ് ഞാൻ. ഒരാഴ്ച കൊണ്ട് എനിക്ക് പോകാൻ പോലും പറ്റുന്നില്ല. ഇതും കണ്ടുകൊണ്ട് എങ്ങനെയാണ് പോകുന്നത്? ഇത് എന്ത് പറയാനാണ് മോളെ?
നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ പിള്ളേരെ കൊണ്ടാണ് ഞാൻ ഈ മണ്ണെല്ലാം കയറ്റിയിട്ടത്. ഒരു സഹായവും ഞങ്ങൾക്കില്ല. ഒരു രൂപ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പറയാൻ തന്നെ വയ്യ. എന്ന് നമ്മൾ ദുഃഖത്തിൻ്റെ പാതയിലാണ് ജീവിച്ചു പോകുന്നത്. നമുക്കിപ്പോൾ പെട്ടെന്ന് മക്കളെ കുഞ്ഞു മക്കളും ഉള്ളതാണ്. അവരെയൊക്കെ പറക്കിയെടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട് ഓടി വന്നാലും നിങ്ങൾ 2 ദിവസം നമുക്ക് താമസിക്കാൻ ഇടം തരും. 3ാമത്തെ ദിവസമാകുമ്പോൾ നിങ്ങൾക്കും ഒരു വിമിഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് വന്ന ആൾക്കാർ പറഞ്ഞ് സ്കൂളിൽ പോയി താമസിക്കണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പരിചയക്കാരുള്ള വീട്ടിൽ പോയി താമസിക്കണം. അങ്ങനെ പോകാത്തതുകൊണ്ടാണ്. കാരണം പറക്കിയെടുത്ത് പോയിട്ട് തിരിച്ചു വരുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മൾ കടലമ്മ കൊണ്ടുപോയാലും സാരമില്ല, കുഞ്ഞു മക്കളെ വലിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള ഒരു ഭയമാണ് നമുക്ക്. നമ്മുടെ കണ്ണുനീരൊപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്നേ പറ്റൂ. എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ ഒരു ദുഃഖത്തിന്, ഈ ഒരു പ്രശ്നത്തിന് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. CPI ആലപ്പുഴ ജില്ലാ സമ്മേളനം തുടരുകയാണ്. സംസ്ഥാന നേതൃത്വത്തിനും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ജില്ലയിലെ മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായിട്ടെന്നും പാർട്ടി തിരുത്താൻ തയ്യാറാകണമെന്നും ചർച്ച നടന്നു. അതേസമയം റവന്യൂ വകുപ്പ് മാത്രമാണ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് എന്നും സമ്മേളന പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. CPI സംസ്ഥാന സമ്മേളനത്തിൽ കൃഷി, സിവിൽ സപ്ലൈസ് വകുപ്പുകൾ വൻ പരാജയമെന്ന് ചർച്ചയിൽ പ്രതിനിധികൾ. കൃഷിമന്ത്രിയുടെ ഓഫീസിൽ കർഷകർ നടത്തിയ സമരം പാർട്ടിക്ക് നാണക്കേടാണ്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുമ്പോൾ ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നും സമ്മേളന പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ചു. CPI സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വിമർശനമുയർന്നു. രാഷ്ട്രീയ നിലപാടുകളിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നില്ല എന്നും ബ്രൂവറി വിഷയം ഇതിന് ഉദാഹരണമാണ് എന്നും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രവർത്തകർ ചർച്ചയിൽ ഉന്നയിച്ചു. പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംസ്ഥാന കൗൺസിലിന്റെ നിർദ്ദേശങ്ങൾ വരുന്നു. കാനം മരിച്ച ശേഷം സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതിലെ തിടുക്കം അവമതിപ്പുണ്ടാക്കിയെന്നും വിമർശിക്കുന്നവരെ ശത്രുപക്ഷമായി കാണുന്നുവെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. അതേസമയം റവന്യൂ വകുപ്പിനെ പുകഴ്ത്താനും പ്രതിനിധികൾ മറന്നില്ല. റവന്യൂ വകുപ്പ് മാത്രമാണ് CPIയുടെ വകുപ്പെന്ന് പറയാൻ കഴിയുന്നത് എന്നായിരുന്നു സമ്മേളന പ്രതിനിധികളുടെ ചർച്ച. സംഘടനാ വിഷയങ്ങൾ നിലനിൽക്കെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ നിരീക്ഷണത്തിലായിരുന്നു സമ്മേളനം നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ പ്രതിനിധി സമ്മേളനത്തിൽ ആദ്യ ദിനം തന്നെ ഉണ്ടായ ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം. അമൃത ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്തെ ആത്മഹത്യകളിൽ ഏറെയും പുരുഷന്മാരെന്ന് റിപ്പോർട്ട്. 45-നും 60-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് കണ്ടെത്തൽ. ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളിലേറെയും 60 വയസ്സ് കഴിഞ്ഞവരാണ്. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് എറണാകുളം ജില്ലാ കാര്യാലയം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്നവരിൽ 79% പുരുഷന്മാർ, 21% സ്ത്രീകളുടെ ആത്മഹത്യ. സ്ഥിതിവിവരക്കണക്ക് എറണാകുളം ജില്ലാ കാര്യാലയം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. 2020 മുതൽ 23 വരെയുള്ള കണക്കുകളാണ് പഠന വിധേയമാക്കിയത്. വടക്കൻ കേരളത്തെക്കാൾ തെക്കൻ കേരളത്തിലാണ് ആത്മഹത്യകൾ കൂടുതൽ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലാണ് ആത്മഹത്യാ നിരക്ക് കൂടുതൽ. കേരളത്തിലെ ആകെ ആത്മഹത്യകളുടെ 41% ഈ ജില്ലകളിലാണ്. ആത്മഹത്യ ചെയ്ത പുരുഷന്മാരിലേറെയും 45-നും 60-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ആത്മഹത്യ ചെയ്ത സ്ത്രീകളിലേറെയും. തൊഴിൽരഹിതരെക്കാൾ തൊഴിലുള്ളവർക്കിടയിലാണ് ആത്മഹത്യകൾ കൂടുതൽ. ദിവസവേതനക്കാർക്കിടയിലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുമിടയിലാണ് ആത്മഹത്യകൾ കൂടുതലുള്ളതെന്നാണ് പഠന റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി പിന്നിട്ടതിന്റെ ഭാഗമായി ഗ്രാൻഡ് 1000 കൊച്ചിയിൽ നടന്നു. അനുമോദന സമ്മേളനം മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി താജ് വിവാൻഡയിൽ നടന്ന ചടങ്ങിൽ ഡിസ്നി കൺട്രി മാനേജർ K. മാധവൻ മുഖ്യാതിഥിയായി. പരിപാടിയിൽ കേരള വിഷന് അമൃത TVയുടെ സ്നേഹാദരം അർപ്പിച്ചു. ഡിജിറ്റൽ സാറ്റലൈറ്റ് മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകുന്ന കേരള വിഷൻ ഒട്ടനവധി വീടുകളിൽ സന്തോഷം പകർന്നതായി അമൃത TV ബിസിനസ് ഹെഡ് R. ശിവകുമാർ പറഞ്ഞു. MP ഹൈബി ഈഡൻ, MLA TG വിനോദ്, കേരള വിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള 200-ൽ പരം കമ്പനികളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. അവരുടെ നന്മയും മേന്മയും നിറഞ്ഞ ഈ പ്രവർത്തനങ്ങളുടെ ഒരു മാനസിക അവസ്ഥയെ അല്ലെങ്കിൽ അതിനൊരു പ്രചോദനം കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമൃത TV ഇന്ന് ഈ ആദരവ് കേരള വിഷൻ തുടങ്ങിയ സിദ്ദീഖ് അഴിമതിക്കയിലൂടെ വിജയകൃഷ്ണനിലൂടെ ഇന്ന് പ്രവീൺ ചേട്ടനും ചെയർമാൻമാരുടെ കയ്യിലും എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രചോദനം എന്നും അവർക്കുണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് അമൃത TV ഈ ഒരു ഉപഹാരം അവർക്ക് നൽകിയത്.
കായിക വാർത്തകളിലേക്കാണ്. AFC വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ 2ാം വിജയം ലക്ഷ്യമിട്ട ഇന്ത്യ ഇന്നിറങ്ങും. ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ ടീം ഇന്ന് തിമോർ ലെസ്റ്റിനെയാണ് നേരിടുക. ആദ്യ മത്സരത്തിൽ മംഗോളിയയെ 13-0 തോൽപ്പിച്ച ഇന്ത്യ റാങ്കിങ്ങിൽ ഏറെ പിന്നിലായ തിമോർ ലെസ്റ്റിനെ നേരിടുമ്പോൾ ഏതാണ്ട് സമാനമായ ഒരു വിജയം സ്വപ്നം കാണുന്നുണ്ട്. 5 ഗ്രൂപ്പുകളുള്ള ഗ്രൂപ്പ് ബിയിൽ ഇറാഖാണ് നിലവിൽ 1ാം സ്ഥാനത്ത്.